ഹലോ ഡിഫറൻസ്, എല്ലാവർക്കും നമ്മുടെ സ്വന്തം ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ സ്വന്തം റേ ഓപ്റ്റിക്സ് എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ചാപ്റ്ററിൻ്റെ പുതിയൊരു ഡെറിവേഷനാണ്. അതാണ് സ്പെറിക്കൽ റിഫ്രാക്ഷൻ അറ്റ് എ സ്പെറിക്കൽ സർഫസ് എന്ന് പറയും. വളരെ മനോഹരമായിട്ടുള്ള ഡെറിവേഷൻ തന്നെയാണ്. പിന്നെ അത് നമ്മുടെ സ്വന്തം പബ്ലിക് എക്സാമിനും പിന്നെ അതേപോലെ തന്നെ മോഡൽ എക്സാമിനും ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചു വരുന്നൊരു അടിപൊളി ഡെറിവേഷൻ തന്നെയാണ്. അപ്പോൾ ഇത് എൻ്റെ 2026 മോഡൽ എക്സാമിന് ഫെബ്രുവരി എനിക്ക് ചോദിച്ചിട്ടുള്ളൊരു ഡെറിവേഷൻ തന്നെയാണ്. ഫൈനൽ എക്സാമിന് ഇത് തന്നെയാണ് ചോദിച്ചതെന്ന് സംശയമുണ്ട്. അപ്പോൾ എന്തായാലും വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെറിവേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു മൈക്ക് ഓക്കെ അല്ലേ? ഹലോ, ഓക്കെ. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു സ്പെറിക്കൽ സർഫസാണ്. ഓക്കെ, ഇതൊരു സ്പെറിക്കൽ സർഫസാണ്. ഈ ഒരു സ്പെറിക്കൽ സർഫസിലൂടെ ലൈറ്റ് ഇങ്ങനെ പോയി റിഫ്രാക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, റിഫ്രാക്റ്റ് ആവുന്ന സമയത്ത് നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ആദ്യം 2 ആംഗിൾസ് ആണ് മാർക്ക് ചെയ്തത്. ഓക്കെ, 2 ആംഗിൾസ് ആണ് മാർക്ക് ചെയ്തത്. ഒന്ന് ഐയും പിന്നെ ഒന്ന് ആറും. ഓക്കെ, 6 ഇതാ ഇവിടെ മാർക്ക് ചെയ്തു, 6 മാർക്ക് ചെയ്തു. ഓക്കെ, റെഡി. ഓക്കെ, 6 മാർക്ക് ചെയ്തു. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അടുത്ത് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് യു, അതായത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഇത് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഇത് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഇത് O എന്ന് ഞാൻ മാർക്ക് ചെയ്തു. പിന്നെ അടുത്തതുള്ളതാണ് യു. യു പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, മൈക്ക് ഡിസ്റ്റർബൻസ് ഇല്ല, റെഡി. ഓക്കെ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു. ഇനി അടുത്തതാണ് ഇത് നമ്മുടെ റേഡിയസ്. റേഡിയസ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇത് നമ്മുടെ 6 റേഡിയസ് ആണ്. ഇനി അടുത്തതാണ് 6 നന്നായി എഴുതാം, 6. ഇനി അടുത്തതാണ് വി, അതായത് ഇമേജ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇമേജ് ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്യാം. ഏതിൽ? നമ്മുടെ ഫിഗറിൽ. ഓക്കെ, ഇനി 3 ആംഗിൾസ് ആണ് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത്. അതിനു മുമ്പ് നമുക്ക് ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ട അത്യാവശ്യമാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ലൈൻ നമ്മൾ വെറുതെ വരച്ചു. എന്തിനാണെന്ന് നമുക്കറിയാം. ഓക്കെ, ഡെറിവേഷൻ തുടരുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. പിന്നെ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, യെസ്. ഓക്കെ, എം എന്ന് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, എം എൻ എന്ന് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് ആംഗിൾസ് ആണ്. ഒന്ന് ആൽഫ എന്ന് പറയുന്ന ആംഗിൾ ഇത്, പിന്നെ ഒന്ന് ഇവിടെ ബീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ, പിന്നെ അടുത്തത് ഗാമ എന്ന് പറയുന്ന ഒരു ആംഗിൾ. ഓക്കെ, ഗാമ എന്ന് പറയുന്ന ഒരു ആംഗിൾ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി അടുത്തതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മുടെ സെൻറ്റർ ഉണ്ട്, അത് ജസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് വേറെ ഒരു മീഡിയം, ഇത് വേറെ ഒരു മീഡിയം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2 മീഡിയത്തിൻ്റെ വ്യത്യാസമുണ്ട്. ഓക്കെ, 2 മീഡിയത്തിൻ്റെ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് N1 ആണെന്നും ഇത് N2 ആണ്. അതായത് 2 ഡിഫറെൻറ്റ് മീഡിയം ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, ഇനി നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഓരോ ട്രയാങ്കിൾ, അതായത് ഇവിടെ കണ്ടോ ട്രയാങ്കിൾസ് അല്ലേ, ഈ മൂന്ന് ട്രയാങ്കിൾസ് അല്ലേ ഇത് അല്ലേ? അതിൽ നമ്മൾ ഓരോന്നിൽ ടാൻ എടുക്കാൻ പോകണം. ടാൻ. ഓക്കെ, ടാൻ ആദ്യത്തെ ട്രയാങ്കിളിലുള്ള ആൽഫ എന്ന് പറയുന്ന ഒരു ആംഗിളിൻ്റെ ടാൻ എടുത്തു. അതായത് ദാറ്റ് ഈസ് ടാൻ ആൽഫ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആൽഫ, ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതൊരു ആംഗിളും ടാൻ ആക്കിയിട്ടെടുത്താൽ നമ്മുടെ മിററിൻ്റെയൊക്കെ കേസിലാണ്, നമ്മൾ ഈ പൊതുവേ റേ ഓപ്റ്റിക്സിൽ പൊതുവേ ടാനൊക്കെ എന്തായി മാറും? ആ ആംഗിൾ തന്നെ, ടാൻ ആൽഫ എന്ന് പറയുന്ന ഒരു ആംഗിൾ ആൽഫ തന്നെയായിട്ട് മാറും. ടാൻ സൈൻ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല, ആംഗിൾ തന്നെയാണത്. ഓക്കെ, യെസ്. ടാൻ ആൽഫ എന്ന് പറയുമ്പോൾ ടാൻ ആൽഫ എന്ന് പറയുമ്പോൾ MN ബൈ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് അല്ലേ? യെസ്. അപ്പോൾ MN ബൈ അഡ്ജസൻറ്റ് സൈഡ് ഇവിടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് U ആണ് അല്ലേ? ഓക്കെ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് U ആണ്. U എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുക, ഇങ്ങനെ ഉണ്ട് അല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ്. ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ് ആണ്. നമ്മുടെ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പഠിച്ച് ഓർമ്മയുണ്ടോ? യെസ്. അത് പ്രകാരം നമ്മുടെ ഈ ഭാഗത്തുള്ളതൊക്കെ നെഗറ്റീവും ഈ ഭാഗത്തുള്ളതൊക്കെ പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ U എന്ന് പറഞ്ഞാൽ വെറും U എന്ന് എടുത്താൽ മതിയോ? പോരെ, -U എന്ന് എടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? യെസ്,
മൈനസ് യു എന്ന് എടുത്തു. റെഡി. ഇനി അടുത്ത ടാൻ ബീറ്റ എടുത്തു, അടുത്ത ട്രയാങ്കിളത്തെ. ഓക്കെ, ടാൻ ബീറ്റ ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ബീറ്റ, ദാറ്റ് ഈസ് ഈക്വൽ ടു അടുത്ത എത്ര കിട്ടി? ടാൻ ബീറ്റ എന്ന് പറഞ്ഞാൽ എം എൻ ബൈ ഇത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. അപ്പോൾ എം എൻ ബൈ ആറ്, ഇവിടെ പോസിറ്റീവാണ് ആറ്, എം എൻ ബൈ ആറ്. ഓക്കെ, ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആക്കിയിട്ടെടുത്തു, ഇത് സെക്കൻഡ് ഇക്വേഷൻ ആക്കിയിട്ടെടുത്തു. ഇനി അടുത്തതാണ് ടാൻ ആൽഫ എന്ന് പറയും. ആൽഫ ദാറ്റ് ഈസ് ആൽഫ. ഓക്കെ, that is equal to mn by tan ഗാമയാണ് ആൽഫയില്ല. അപ്പോൾ ഇവിടെ എം എൻ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് പറയുമ്പോൾ വി ആണ് ഇവിടെ അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ, വി ഈസ് അഡ്ജസൻറ്റ് സൈഡ്, സോ വി ഇങ്ങനെ വെച്ചു. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഉപയോഗിക്കാനുള്ളത് ഒരു എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടിയാണ്. അതായത് നമുക്ക് ഒരു ട്രയാങ്കിൾ ഉണ്ട് ഇങ്ങനെ. ഓക്കെ, ഒരു ട്രയാങ്കിൾ എങ്ങനെയുണ്ട് ഞാൻ വരയ്ക്കാം. ഓക്കെ, ഒരു ട്രയാങ്കിൾ എങ്ങനെയുണ്ട്? ഓക്കെ, ഇതിനെങ്ങനെയുണ്ട്? ഓക്കെ, ഇങ്ങനെയുണ്ട്. ഓക്കെ, നമുക്ക് ഒരു മിനിറ്റ്, ഇങ്ങനെയുണ്ട്. യെസ്, ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ഞാൻ വരച്ചു. ഇനി ഇത് ഞാൻ ഇങ്ങനെ 3 ആംഗിൾ മാർക്ക് ചെയ്തു. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ഞാൻ ഒരു ആംഗിൾ മാർക്ക് ചെയ്തു. ഇതിനെ ഞാൻ ആംഗിൾ ഡി എന്ന് വിളിച്ചു, ഇതിനെ ഞാൻ എ എന്നും ഇതിനെ ബി എന്നും ഈ ഒരു ആംഗിളിനെ ഞാൻ സി എന്നും വിളിച്ചു. ഓക്കെ, സി എന്ന് ഞാൻ വിളിച്ചു. ഇനി നമുക്ക് ഇവിടെ പറയാൻ സാധിക്കും, ഇത് നോക്കുക, ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഡി എന്ന് പറയുന്ന ആംഗിൾ. ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ അത് എയ്ക്കും ബിക്കും സം ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അതായത് ഡി ഈസ് ആൻ ആംഗിൾ ദാറ്റ് ഈസ് എ സം ഓഫ് എ ആൻഡ് ബി. ഇതിൽ നിന്ന് നമുക്ക് സൂപ്പറായിട്ട് തന്നെ, അതായത് ഒരു പ്രശ്നമില്ലാണ്ട് നമുക്ക് പറയാൻ സാധിക്കാം എന്ത്? യെസ്, എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടിയാണ്. അതായത് ഡി എന്ന് പറയുന്ന ഒരു എക്സ്റ്റീരിയർ ആംഗിളാണ്. ഈ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിലുള്ള 2 ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം ആയിട്ട് വരും. അതായത് എൻ്റെയും ബിൻ്റെയും സം ആയിട്ട് വരും ഡി. ദാറ്റ് ഈസ് ഡി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. റെഡി? ഓക്കെ, നോ പ്രോബ്ലം. ഇനി ഇതിൽ നിന്ന് നമുക്ക് പറയാം, ഈ നമുക്ക് ആംഗിൾസാണ് വേണ്ടത് പറഞ്ഞു അല്ലേ? നമുക്ക് 2 ആംഗിൾസ് വേണം. അത് എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് വേണം ഈ ഒരു ഡെറിവേഷനിൽ കൊടുക്കാൻ. അപ്പോൾ 2 ആംഗിൾസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യണം എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി വെച്ചിട്ട്. ഇവിടെ 2 ആംഗിൾസ് നമുക്ക് വേണ്ടത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഐയും പിന്നെ ഒന്ന് ആറും വേണം. ഓക്കെ, ഈ ഒരു ട്രയാങ്കിൾ നോക്ക്, ഈ ഒരു ട്രയാങ്കിൾ അല്ലേ? ഈ ഒരു ട്രയാങ്കിളിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ അല്ലേ ഐ? ഈ കേസത്തെ പോലെ ഇതിൻ്റെ അതേ സൈഡല്ലേ ഇത്? അല്ല സോറി, ഇതിൻ്റെ അതേ കേസല്ലേ ഇത്? അതെ. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ ഉള്ളിൽ 2 ഇൻറ്റീരിയർ ആംഗിൾസ് ആരൊക്കെയാണ്? എൻ്റെയും ബിൻ്റെയും സ്ഥാനത്ത് ഇവിടെ ആൽഫയും ബീറ്റയും, ഡീൻ്റെ സ്ഥാനത്ത് ഇവിടെ ഐ ആണ്. ഓക്കെ, ഡീൻ്റെ സ്ഥാനത്ത് ഐ ആണ്, ആൽഫയും ബീറ്റയുടെയും സ്ഥാനത്ത് എയും ബിയും ആണ്. അപ്പോൾ നമുക്ക് സുഖമായി എഴുതാൻ സാധിക്കും, ദാറ്റ് ഈസ് ഐ ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ. കൂടി നന്നായി എഴുതാം, ആൽഫ പ്ലസ് ബീറ്റ. റെഡി? ഇനി ഇത് ഞാൻ പെട്ടിയിലിട്ട് വെച്ചു, ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഇനി അടുത്ത ട്വിസ്റ്റാണ് ഇവിടെ വരുന്നത്. ഐ. ഓക്കെ, ഇനി അടുത്ത ട്വിസ്റ്റാണ് ഇവിടെ ഉള്ളത്. നമുക്കിനി 6 ആണ് വേണ്ടത് അല്ലേ? 6. ഓക്കെ, 6 ആണ് വേണ്ടത്. ഈ 6 ശരിക്കും ഒരു ഇൻറ്റീരിയർ ആംഗിളാണ് അല്ലേ? ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ട്രയാങ്കിൾ, ചെറിയ ട്രയാങ്കിൾ, ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റീരിയർ ആംഗിളാണ് 6. പക്ഷേ അതിനൊരു എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ട് ബീറ്റ അല്ലേ? നമ്മൾ ബീറ്റയുടെ സ്ഥാനത്തിൽ, ബീറ്റയുടെ വഴിയിൽ നമ്മൾ 6നെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അതായത് എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ദ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഇതേ കേസ് പോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ബീറ്റ ഇസ് ഈക്വൽ ടു
ആർ പ്ലസ് ഗാമ എന്നുള്ളൂ. എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി, അതായത് ഇവിടെ ഉപയോഗിച്ച അതേ സംഗതി ഞാൻ ഇവിടെ ഉപയോഗിച്ചു അല്ലേ? യെസ്, ഇവിടെ ഐ ആണ് എക്സ്റ്റീരിയർ ആംഗിൾ എങ്കിൽ ഇവിടെ ബീറ്റയാണ് എക്സ്റ്റീരിയർ ആംഗിൾ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതങ്ങനെ വെച്ചിട്ടുണ്ട്, ഇതങ്ങനെ ഇരിക്കട്ടെ അല്ലേ? ഞാൻ ആദ്യം പറഞ്ഞു നമുക്ക് വേണ്ടത് ഐയും ആറുമാണ്. ഐ കിട്ടി ഡയറക്റ്റായിട്ട് നമ്മുടെ എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി ഉപയോഗിച്ചപ്പോൾ നമുക്ക് ഐ സുഖമായി കിട്ടി. ഇതാ ഐ ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് എന്ത് കിട്ടി? സുഖമായിട്ട് കിട്ടി. ഇനി നമുക്ക് ആറാണ് വേണ്ടത്. ബീറ്റ എന്താണെന്ന് അറിയാം, പക്ഷെ ആർ എന്തായിരിക്കും ബീറ്റയിൽ നിന്ന്? ബീറ്റയുടെ റിലേഷൻ വെച്ച് നമുക്ക് ആറിനെ ഡിഫൈൻ ചെയ്തോടെ. യെസ്, ആർ എന്ന് പറഞ്ഞാൽ ബീറ്റ മൈനസ് ഗാമയല്ലേ? അതെ അല്ലേ? യെസ്, ദാറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു ബീറ്റ അങ്ങോട്ട് ഒന്നുകൂടി ചെയ്ത് ബീറ്റ മൈനസ് ഗാമ. റെഡി? ഇനി ഇതിനെ ഞാൻ പെട്ടിയിലിട്ട് വെച്ചു. ഓക്കെ, ഇനി ഇത് ഞാൻ കളർ കൊടുത്തു കേട്ടോ. ഓക്കെ, റെഡി? ഇനി ഇവന്മാരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മുടെ സ്നെൽസ് ലോയിൽ ഇട്ട് കൊടുക്കാൻ പോകും. നമുക്ക് ഇത്രയും ഇൻഫർമേഷൻ നമ്മുടെ സംഭവത്തിൽ നിന്ന് കിട്ടി. അത് ഈ ഒരു ഫിഗറിൽ നിന്ന് ഇത്ര ഇൻഫർമേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഇനി ഇതിനെയൊക്കെ നമ്മൾ സ്നെൽസ് ലോയിലേക്ക് ഇടാൻ പോവാണ്. ഓക്കെ, നമ്മുടെ സ്നെൽസ് ലോയിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാം. നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം നോക്കാം. ആദ്യം തന്നെ എന്താണ് സ്നെൽസ്? ഞാൻ 1 2 3 ഒക്കെ ഞാൻ വായിക്കാം കേട്ടോ. ഓക്കെ, ഒരു കളർ കൊണ്ട് ലൈന് വരയ്ക്കുക. പച്ച വേണ്ട, മഞ്ഞ മതി, വേണ്ട ബ്ലൂ മതി. ഓക്കെ ഓക്കെ, മൂടി നന്നായി വരയ്ക്കുക. യെസ്, ഓക്കെ. ഇനി ഇത് വി ആണ് കേട്ടോ. ഓക്കെ, വി. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് സ്നെൽസ് ലോ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതാണ് സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു N2 ബൈ N1. ഇതിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിനെങ്ങോട്ടും ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തു സ്നെൽസ് ലോ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള വേയിലാണ് പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക? N1 ഇൻറ്റു സൈൻ ഐ ഇസ് ഈക്വൽ ടു N2 ഇൻറ്റു സൈൻ ആർ. ഓക്കെ, സൈൻ ആർ ആണ് കേട്ടോ. അത് സൈൻ ആർ, ബീറ്റ ഗാമയാക്കിയിട്ട് എടുക്കേണ്ട സൈൻ ആർ. ഓക്കെ, സൈൻ ആർ. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ടാൻ ആൽഫ അപ്രോക്സിമേറ്റ്ലി ആൽഫ, ടാൻ ബീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ബീറ്റ, ടാൻ ഗാമ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഗാമ എന്ന് പറഞ്ഞു അല്ലേ? ഇനി ഇവന്മാരെയൊക്കെ നമുക്ക് വേറെ ഇതിലെടുക്കണം. അതായത് നമ്മൾ ടാനിനെയൊക്കെ നമ്മൾ അപ്രോക്സിമേറ്റും ചെയ്തു. ഇനി അതുപോലെ സൈനിനെയും നമ്മൾ ചെയ്യാം. അതായത് സൈൻ ഐ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഐ എന്നും സൈൻ ആർ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആർ എന്നും നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, പ്രൂവ് ചെയ്യല്ല, അത് അപ്രോക്സിമേഷൻ ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? N1 ഇൻറ്റു ഐ ഇസ് ഈക്വൽ ടു N2 ഇൻറ്റു ആർ. ഓക്കെ, N1 ഇൻറ്റു ഐ ഇസ് ഈക്വൽ ടു N2 ഇൻറ്റു ആർ. നമുക്കിനി ഐ എന്താണെന്ന് അറിയാം. ഐ ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ, ആറ് ബീറ്റ മൈനസ് ഗാമ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? N1 ഇസ് ഈക്വൽ ടു മൈക്ക് റെഡി. ഓക്കെ, മൈക്ക് കുഴപ്പമില്ല, വിശ്വസിക്കുന്നു. ഞാൻ ഈ കാര്യം ചെയ്യാം, ഇവിടെ വയ്ക്കാം. ഓക്കെ, N1 ഇൻറ്റു ഐ പറഞ്ഞ ആൽഫ പ്ലസ് ബീറ്റ. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ. ഓക്കെ, ആൽഫ പ്ലസ് ബീറ്റ. ഇനി
N2 എന്ന് പറഞ്ഞാൽ N2 ഓക്കെ N2 എന്ന് പറഞ്ഞാൽ ആൽഫ ബീറ്റയാണ്, ആറാണ് അല്ലേ? അപ്പോൾ ബീറ്റ മൈനസ് ഗാമ, ബീറ്റ മൈനസ് ഗാമ. ഓക്കെ, റെഡി? ഇനി അടുത്തത്, അയ്യോ മൈക്ക് കേട്ട് എത്ര നേരം? കേട്ട് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ആൽഫ റെഡി. ഇനി ഐ ആറ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ? ഇനി നമുക്ക് ആൽഫ എന്താണെന്ന് അറിയാം, ബീറ്റ എന്താണെന്ന് അറിയാം, ഗാമ എന്താണെന്ന് അറിയാം. അതും കൂടി ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നോ പ്രോബ്ലം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? N1 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ MN ബൈ മൈനസ് യു പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ MN ബൈ ആർ ഇസ് ഈക്വൽ ടു N2 ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും MN ബൈ ആർ മൈനസ്, നിങ്ങൾക്ക് ചിലപ്പോൾ കാണുന്നില്ലായിരിക്കും, അടുത്ത സ്ലൈഡ് റെഡിയാക്കാം കേട്ടോ. ഓക്കെ, MN ബൈ വി, ബീറ്റ സ്ഥാനത്ത് MN ബൈ വി. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഞാൻ ജസ്റ്റ് മായ്ക്കുകയാണ്. സൈൻ ഐ ബൈ സൈൻ ആർ ഞാൻ മായ്ക്കുന്നു. ഇതും ഞാൻ മായ്ക്കാം. ഓക്കെ, ഇതും ഞാൻ മായ്ക്കാം. ഇവിടം വരെ മതി. ഓക്കെ, റെഡി. ഇനി നമുക്കപ്പോൾ അറിയാം, നമ്മൾ ആൽഫ ബീറ്റ ഗാമ മൊത്തത്തിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് N1 ബൈ മൈനസ് യു പ്ലസ് N1 ബൈ ആർ ഇസ് ഈക്വൽ ടു N2 ബൈ യു, N2 ബൈ ആർ മൈനസ് N2 ബൈ വി. സോറി, ഇതിനു മുമ്പ് ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, നമ്മൾ MN കട്ട് ചെയ്തു കേട്ടോ. ഓക്കെ, സോറി, എക്സ്ട്രീംലി സോറി, നമ്മൾ MN കട്ട് ചെയ്തിട്ടുണ്ട്, കോമൺ ആയിരുന്നു. എക്സ്ട്രീംലി സോറി, ആ ഒരു സ്റ്റെപ്പ് ഞാൻ വിട്ടുപോയി, ക്ഷമിക്കണം, വെരി വെരി സോറി. ഓക്കെ, ഇനി അടുത്തത് നമുക്കുള്ളത് ഇവിടെ എല്ലാത്തിനെയും കൂടി അപ്പുറത്തിപ്പുറത്ത് അറേഞ്ച് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ആറിനെയൊക്കെ താഴെ ആറുള്ളവനെയൊക്കെ ഞാൻ ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. N2 ബൈ വിയെ ലെഫ്റ്റ് സൈഡിലേക്കും N1 ബൈ ആറിനെ ഞാൻ റൈറ്റ് സൈഡിലേക്കും കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ ഞാൻ വെച്ചു ഇവിടെ മൈനസ് N2 ബൈ വി എന്നുള്ളത് പ്ലസ് N2 ബൈ വി എന്നുള്ളതായി. ഓക്കെ, N2 ബൈ വി, ഇവിടെ മൈനസ് N1 ബൈ യു ഉണ്ട്, ഇസ് ഈക്വൽ ടു N2 ബൈ ആർ മൈനസ് N1 ബൈ ആർ എന്ന് കിട്ടി. എങ്ങനെ മൈനസ് N1 ബൈ ആർ വന്നു? ഇവിടെ പോസിറ്റീവ് അല്ലേ, അത് എന്ത് ചെയ്തു? നെഗറ്റീവിലേക്ക് ആക്കി, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നപ്പോൾ. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട സംഭവം. ഇവനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഡെറിവേഷൻ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. പക്ഷേ വേണമെങ്കിൽ ഒരു മോഡിഫിക്കേഷൻ കൂടി ചെയ്യാം. എങ്ങനെയെന്ന് ചോദിച്ചാൽ ആറിനെയൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് കോമൺ ആക്കിയിട്ട് എടുത്ത് എഴുതാം, അത്രേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു? നമുക്ക് N2 ബൈ വി മൈനസ് N1 ബൈ യു is equal to N2 minus N1 by R. ഓക്കെ, ഇതിനെ ഞാൻ എന്ത് ചെയ്തു? ഇതിനെ ഞാൻ ഇങ്ങോട്ട് എടുത്തു. ഓക്കെ, ഇതിനെ ഇങ്ങനെ എടുത്തു. ഇനി ഇതൊക്കെ വായിക്കാം. ഇവനാണ് നമ്മുടെ ഹീറോ, ഇവനാണ് നമ്മുടെ ഇക്വേഷൻ. ഇവനെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും പെടാപ്പാടുപെട്ടത്. ഇവൻ ശരിക്കും നമ്മുടെ സ്പെറിക്കൽ സർഫസിലെ റിഫ്രാക്ഷൻ സംഭവിക്കുകയാണ്. അതായത് സ്പെറിക്കൽ സർഫസിൽ റിഫ്രാക്ഷൻ സംഭവിക്കുന്ന സമയത്ത് അവിടെ
നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിനെയും ഇമേജ് ഡിസ്റ്റൻസിനെയും പിന്നെ അതേപോലെ തന്നെ റേഡിയസിനെയും അതേപോലെ തന്നെ നമ്മുടെ N1 N2 ആയിട്ടുള്ള 2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെയും കൂടി കൂട്ടിച്ചേർത്ത് യോജിപ്പിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ് ഇവൻ. ഓക്കെ, നമ്മുടെ പരീക്ഷകളിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്, ചോദിക്കാൻ ഇനിയും സാധ്യതയുണ്ട്. എൻ്റെ എക്സാമിന് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരാൻ പോകുന്ന എക്സാമുകളിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അത്രേ ഉള്ളൂ. ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമ്മുടെ ഈ ഒരു ഇതിൽ പഠിക്കാനുള്ളത്. ഈ ഒരു ഡെറിവേഷൻ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, പക്ഷെ അത്യാവശ്യം പ്രാക്ടീസോട് കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഈ ഡെറിവേഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വേറെ ഒരു പ്രശ്നവുമില്ല. ടാറ്റ.